ഗേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എന്താ പറയുക, 2-3 ദിവസമായിട്ട് നമ്മളെ മക്കൾക്കൊന്നും ഇപ്പോൾ ഒഴിവാണല്ലേ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരു 10 മണി 10:30 ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണത്. നമ്മളെന്താ ഇപ്പോൾ റജിനാസ്താത്തി ഉണ്ട്, ഓൾക്കും എന്തായാലും വന്നത് എന്തായാലും നല്ല മുതലായിട്ടോ. കാരണം ഓള് വന്നിട്ട് എന്താ പറയുക, തിങ്കളാഴ്ച രാവിലെ പോകണമെന്ന് കരുതിയിട്ട് തിങ്കളും ചൊവ്വയും ബുധനൊക്കെ നമുക്കിപ്പോൾ എന്താ പറയുക ഒഴിവ് കിട്ടിയേക്കാണ്. അപ്പോൾ അത് കാരണം എന്താ പറയുക, ഈ ഒഴിവ് കിട്ടണതിന് മഴ കാരണം പലയിടത്തും പല പ്രശ്നങ്ങളുണ്ട് കേട്ടോ. നമ്മളവിടെ കുഴപ്പമില്ല വെച്ചിട്ട് അല്ല, നമ്മൾ വേറെല്ലാം കുറച്ച് വിട്ടിട്ടൊക്കെ നല്ല പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ആർക്കും ഒരു പ്രോബ്ലംസും ഇല്ലാതിരിക്കട്ടെ, അതല്ലേ വേണ്ടതല്ലേ. കാരണം നമ്മൾ മഴ ആയിട്ട് പലയിടത്തും എന്താ പറയുക മണ്ണിടിച്ചിൽ കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാണ്ട് മനസ്സിലേക്ക് ഒരു എന്താ പറയുക, അത് കേൾക്കുമ്പോൾ ഒരു പ്രയാസമാണ്. ആർക്കും ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. അപ്പോൾ എന്താ പറയുക, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. മക്കൾ എന്തായാലും സ്കൂളിലില്ലെങ്കിൽ നേരത്തെ എണീറ്റിക്കണം കേട്ടോ. ഞാനും റജിയസ്താത്തൊക്കെ കുറേ വൈകിട്ടാണ് എണീറ്റിക്കണത്. പിന്നെ ഓരെല്ലാവരും പാടെ ഒരു ഭാഗത്ത് കളിക്കും ഇതാക്കും ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രശ്നമല്ല കേട്ടോ. ഞങ്ങളെ വീട്ടിലുള്ള ഒരു പ്രോബ്ലമാണ്, ഞങ്ങളെ വീട്ടിലല്ല കേട്ടോ, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വീട്ടുകളിലുണ്ട്. ഭയങ്കര ഈച്ച ശല്യമാണ് കേട്ടോ. എന്തെന്നെ നമ്മൾ എന്തൊക്കെ പരീക്ഷിച്ചിട്ടോ പോണില്ല. പിന്നെ എന്താ പറയുക, നമുക്ക് ഭക്ഷണം കഴിക്കാനൊന്നും വലിയ തൃപ്തിയൊന്നും തോന്നൂല. പക്ഷെ എന്നാലും നമുക്ക് കഴിക്കല്ലാതെ പാകമല്ലല്ലോ. അത് എന്താ പറയുക, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തീരെ ഇതിൻ്റെ ഒരു പ്രോബ്ലംസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ വീണ്ടും ഇതേപോലെ എന്താ പറയുക, തുരതുരേനെ ഈച്ചകളാണ് കേട്ടോ. ഒന്നും രണ്ടൊന്നല്ല, ഇഷ്ടം പോലെ. അത് കാരണം ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടിലായിക്കാണ് കേട്ടോ. ഉമ്മ എന്താ പറയുക, രാവിലെ തുടക്കും വൈകുന്നേരം തുടക്കും, എന്നാൽ തന്നെ ഒന്നൊരു കുറച്ച് കമ്മിയാവുള്ളൂ ചെയ്യുക. പറ്റ പോകൂല, എന്നാലും നല്ലോണം ഉണ്ടാവും. ഉമ്മ മണ്ണെണ്ണ ഒക്കെ പാർന്നിട്ടൊക്കെ തുടക്കുക. മണ്ണെണ്ണ പാരും, പിന്നെ കുറേ നമ്മളെ ഈച്ചകൾ ചാവണം അങ്ങനത്തെ ഒരു പേപ്പറൊക്കെ വെച്ചിട്ട് ചെയ്യണതല്ലേ, അത് കുറേ ചെയ്ത് നോക്കിക്കോണു. പിന്നെ കുറേ എന്താ പറയുക, ഒരു പൊടി പോലത്തെ സാധനം അത് കൊടുന്ന് നോക്കിക്കോണു. എന്തൊക്കെ നമ്മൾ പരീക്ഷിച്ചിട്ടും നമുക്ക് ഈച്ചക്കൊരു കുറവില്ല കേട്ടോ. എൻ്റെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും എന്താ പറയുക, നമുക്ക് ഈ ഈച്ച പോകാൻ വല്ല റെമഡി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട്, അപ്പോൾ പിന്നെ പിറ്റേന്ന് ഇനി വ്യാഴാഴ്ച ഇന്ന് സ്കൂളില്ലാന്ന് ഉള്ള മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ റയ്യൂൻ്റെ ടീച്ചർ എന്താ ചെറിയൊരു ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതങ്ങനെ ചെയ്തിട്ട് ഗ്രൂപ്പിൽ വിട്ടിടുകയോ ചെയ്തിട്ടോ. പിന്നെ ഈവനിങ് നമ്മൾ കുറച്ച് പഴം വാട്ടിയതാണ്. പഴം അങ്ങനെ എന്താ പറയുക അടികാര്യം ചെയ്തിട്ടോ. ഇമ്മ അജുവാനൊന്ന് പുറത്ത് പോയപ്പോൾ കുട്ടികൾ പുറത്താണ്, അപ്പോൾ ഞാൻ അങ്ങനെ ഓലെ നോക്കാൻ വേണ്ടി പുറത്തേക്ക് പോയപ്പോഴത്തേനും അത് കരിഞ്ഞു കേട്ടോ. പിന്നെ എന്ത് ഈ വീഡിയോ അല്ലേ, ഇത് നമ്മൾ ഇന്നലെ വൈകുന്നേരം എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതും ഞാൻ ഇതിലൂടെ ആഡ് ചെയ്തതാണ്. ഇന്നലെ വൈകുന്നേരം എടുത്ത് വെച്ച വീഡിയോ, പിന്നെ ഞാൻ ഈ സെയിം മാക്സ് ഞാൻ രാവിലെ ഇട്ടതും, പിന്നെ നിങ്ങൾ ഇതിൻ്റെ കുളിച്ചിട്ടില്ല എന്ന് കരുതും, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മളെടുത്ത വീഡിയോ ആണിത്. പിന്നെ നമ്മൾ എന്താ പറയുക രാവിലത്തെയും പാടി അങ്ങനെ ആഡാക്കിയതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഈ ഈവനിങ് നമ്മൾ നല്ല സേമിയം പായസം ഉണ്ടാക്കിയിട്ട് റജിനാസ് താത്ത ഉണ്ടാക്കിയതാട്ടോ സേമിയം പായസം. അപ്പോൾ ഓള് ഞാൻ പറഞ്ഞില്ല, താത്താർ വന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഫുഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ. നമ്മളൊപ്പം കൂടുമ്പോഴല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ കൂടുതൽ ഇഷ്ടം തോന്നും. പിന്നെ ഷേജു ബേബി ഇതാ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞപ്പോൾ പിന്നെ ഞാനിതാ ഓനക്ക് കുറച്ച് അമൃതപ്പൊടി കുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക പായസം എന്ന് കേട്ടോ. അത് കൊടുത്തോടുകൂടി നിലത്തേക്ക് കളയും ചെയ്തു. എനിക്ക് നല്ല പണി ഉണ്ടാക്കി തന്നു കേട്ടോ. ആളെന്താ പറയുക, ഇങ്ങനെ കുടിച്ചിട്ട് മേത്ത് കൂടെ ആകെ ആക്കി വെച്ചേക്കുന്നു കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുക്കണം എന്തായാലും. അപ്പം നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മളൊന്ന് എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലുള്ള എന്താ പറയുക നമുക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഈ എന്താ പറയുക ഇതെന്നെ ചെയ്യാനുള്ളൂ എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ വിചാരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഉമ്മ കുക്ക് ചെയ്യും, രാവിലെ ഉമ്മ കുക്ക് ചെയ്യും. അപ്പം നമ്മൾ എന്താ പറയുക ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ ഞാൻ വീഡിയോസിൽ കാണിച്ചു തരില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുകൊണ്ടും, പിന്നെ നമ്മൾ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല ഷേജു ബേബി പായസം കുടിച്ചാകെ മേത്ത് കൂടെ ഒക്കെ മറ്റേ ഒലിപ്പിച്ച് വെച്ചുകൊണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല ഈച്ചകളുണ്ടെന്ന്, നമ്മൾ ഈ കുട്ടികളില്ല വീട്ടിൽ തന്നെ എന്താ പറയുക ഒരു സംഭവം വീണ് അതിന്മേൽ ഈച്ച വന്ന് പൊതിയാണ് കേട്ടോ. അപ്പോൾ ഷേജുവിൻ്റെ മേത്ത് കൂടെ ആകെ ഈച്ചയാണ് കേട്ടോ. പായസം കുടിക്കല്ലേ, മധുരം പാടി ആവുമ്പോൾ ഓൽക്കൊന്നും കൂടി ഇഷ്ടം കൂടുതലില്ലാക്കാരം.
അപ്പോൾ എന്താ പറയുക, ഒരു ചെറിയ സാധനം എന്തേലും വീണാൽ അതുമ്മപാടെ ഇങ്ങോട്ട് വന്ന് ഇതാവും ട്ടോ. നമ്മൾ ഈ മക്കളോട് എത്ര പറഞ്ഞാലും എന്താ പറയുക, അവർ പരത്താതെ കഴിക്കൂല. നമ്മൾ പിന്നെയും നോക്കിയാലും അവർ പിന്നെ എന്താ പറയുക, അവർ ശ്രദ്ധിക്കൂല. അപ്പോൾ അത് കാരണം ഇങ്ങനെ എല്ലാവരും പാടെ ഉണ്ടാവുമ്പോൾ തന്നെ അപ്പോൾ അധികം ഈച്ചയുടെ ശല്യമാണ് ട്ടോ. അപ്പോൾ നമ്മൾ ഒറ്റക്കാണെങ്കിൽ അത്ര ഉണ്ടാവലില്ല. പിന്നെ നമ്മൾ ഈവനിങ് അങ്ങനെ ഷേസ് ബേബിനെ ഒന്ന് മേലാക്കിയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുത്തു ട്ടോ. ആകെ സീനാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി എടുത്തു. അതുപോലെ റൈബേബിനെ പിന്നെ ഇപ്പോൾ കുളിപ്പിക്കേണ്ട ആവശ്യമില്ല ട്ടോ. ഓനോട് പറഞ്ഞാൽ അങ്ങനെ ഓൻ ഒറ്റയ്ക്ക് പോയിട്ട് കുളിക്കലുണ്ട്. എന്താ പറയുക, നമ്മൾ വെച്ച ചോറ് ഇന്ന് കുറച്ച് കമ്മിയാണ് ട്ടോ. അപ്പോൾ നമ്മൾ അജുവാൻ ഇന്ന് ഒരു 2 ദിവസം മോൻ്റെ വീട്ടിലേക്ക് അവിടേക്ക് എന്താ ആനമങ്ങാടക്ക് പോയതാണ്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ താത്ത എന്താ പറയുക ഗൾഫിലേക്ക് പോയിക്കാണ്. അപ്പോൾ അജുവാൻ നമ്മളോട് നിൽക്കും, ജിഷാൻ ഉസ്ന താത്താടെ നിൽക്കും ട്ടോ. അപ്പോൾ ഓല് 2 ദിവസം അങ്ങനെ അങ്ങോട്ട് പോയിക്കായിരുന്നു ആനമങ്ങാടക്ക്. അപ്പോൾ ഇങ്ങോട്ട് വരികയായിരുന്നപ്പോൾ ഓനോട് പൊറാട്ട കൊണ്ടുവരാൻ പറഞ്ഞു ട്ടോ. അങ്ങനെ നമ്മൾ രാത്രി പൊറാട്ടയും കറിയൊക്കെ കൂട്ടി കഴിച്ചു ട്ടോ. നമ്മളെ വലിയ താത്താനെ ഭയങ്കര മിസ്സിങ് ആണ് ട്ടോ. എല്ലാവരും വരുമ്പോൾ ഓളൊരു കുറവ് നല്ലോണം ഉണ്ട് ട്ടോ. എന്തായാലും ഓൾ അളിയാക്കാടുത്തല്ലേ, ഓൾ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ.